ഹലോ പറഞ്ഞു. ഹലോ, വെൽക്കം ബാക്ക് ടു അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് പാർക്കിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത്. ഇന്ന് ഞാനൊരു ബേബിയും കൂടിയിട്ട് പാർക്കിൽ വരാമെന്ന് വിചാരിച്ചതാണ്, ഒരു വാക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവർ രണ്ടുപേരെയും കണ്ടത് കേട്ടാ. ഹായ് പറഞ്ഞു. റുവ ബേബി ആണെങ്കിൽ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. റുവ റുവ അതാ അവര് വരുമ്പോ വീഴും. നമ്മൾ പാർക്കിൽ പോയിട്ട് ഇൻട്രോ എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ വൈകുന്നേരം ചായക്ക് ഉമ്മ നല്ല അടിപൊളി ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇക്കു ഓഫീസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എത്തിയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് ചായ കുടിക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കണുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇക്കു വരുമ്പോഴാണെങ്കിൽ തേങ്ങാ ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ അതാണ് റുവ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പൂൺ കൊണ്ടൊക്കെ കോരിയിട്ടാണ് ഒരാൾ കഴിക്കുന്നത്. റുവ ബേബിനായിട്ട് പുറത്തിറങ്ങിയിട്ട് ആ പ്ലേ ഗ്രൗണ്ടിലേക്കൊക്കെ പോയിട്ട് കുറേ ആയിട്ടാണ്. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നാവട്ടെ ആ ഒരു ദിവസം എന്ന് വിചാരിച്ച് അവൾ ഹാപ്പി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അയിൻ ബേബിനെ ഉറക്കിയിട്ട് കെടുത്താം. അപ്പോൾ പിന്നെ ഉമ്മാടും മിക്കുവിനോടും നോക്കാൻ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. അവൻ എണീച്ചിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും റുവ ബേബിയും കൂടിയിട്ട് നമ്മളവിടെ കളിക്കാൻ വേണ്ടി പോവാണ് പാർക്കിലേക്ക്. ഇതിൽ ഫുള്ള് എൻ്റെയും റുവാടേയും ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൽ കൊടുന്നിടാൻ വേണ്ടി വന്നതാണ്. യൂസ്ഡ് ക്ലോത്ത് ബോക്സ് ആണ്. റുവ ബേബിനായിട്ട് വന്നേക്കണ്ട. റുവ ബേബിനായിട്ട് ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ച് പാർക്കിലൊക്കെ ഒന്ന് പോവാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഹായ് റുവ. റുവ ഹാപ്പി ആയാ ഉമ്മാനായിട്ട് പുറത്തേക്ക് വന്നിട്ട്? ഓ ഇതാരാ കാറാ? നമ്മൾക്കറിയില്ലല്ലോ. നമ്മള് പാർക്കിൽ പോവാണോ ബേബി? റുവ ബേബി, ഓ റുവ ബേബി ഇതാ കേറി, ഒറ്റക്ക് കേറി. റുവ ഭയങ്കര ഹാപ്പി ആയിട്ടാ ഒറ്റക്ക് കേറി ഇറങ്ങൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. റുവ ബേബി ചിയാമുദീദിനായിട്ട് കളിക്കണുണ്ടാ? മെല്ലാക്കിയാ മതി, സ്ലോലി ചെയ്താൽ മതി. അപ്പൊ റുവാക്ക് ഇഷ്ടാവും. റുവ സ്ലോലി ചെയ്യണുണ്ടാ? റുവ ഹായ്. ഹായ് പറഞ്ഞ എല്ലാരോടും. അങ്ങനെ അവരെല്ലാവരും പാർക്കിലത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും ഗ്രോസറിയിൽ കയറിയിട്ട് റുവ ബേബിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഗ്രോസറിയുടെ ഉള്ളിലേക്ക് വന്നേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റുവാക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടാണ് എന്തെടുക്കണം എന്നുള്ളത്. അവൾ ഏത് ചിപ്സ് എടുക്കേണ്ടത് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇത് ഈ കൊക്കക്കോളാന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു കുഞ്ഞി സാധനം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തേക്കണത്. പിന്നെ ഞാൻ ചിപ്സ് ഒന്നും കൊടുക്കുമ്പോൾ വാങ്ങണുണ്ടായിരുന്നില്ല. ഇതേ ഞങ്ങൾ അപ്പോൾ ഗ്രോസറിൽ പോയിട്ട് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാലും അവിടെ കയ്യിൽ കവറിൽ നമ്മൾ 2 ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. അവിടെ ഇതെന്താ പറയാ? അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും അയിൻ ബേബി എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഉറങ്ങിയായിരുന്നു. അത് കാരണം അവന് ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലെത്തി കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് അയിൻ ബേബി എണീച്ചത്. പിന്നെ അതേ റുവ ഡ്രസ്സൊക്കെ മാറ്റി TV ഒക്കെ കണ്ട് കിടക്കുകയാണ്. അയിൻ ബേബി ആണെന്നുണ്ടെങ്കിൽ എന്തോ വലിയ ആലോചനയിലാണ് കിടക്കണത്. പിന്നെ ഇതേ ഇക്കുവാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് രാത്രിക്കലത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇതേ ഓണിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും അടിപൊളി പാസ്ത റെസിപ്പീസൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. എനിക്കിങ്ങനെ ആ റെഡ് കളറിലുള്ള സോസി ആയിട്ടുള്ള പാസ്ത ഇല്ലേ, അത് ടൊമാറ്റോ വെച്ചുണ്ടാക്കണേ, അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി റെസിപ്പി ആർക്കെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരണം കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം തന്നെ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഒനിയനും ക്യാപ്സിക്കും അതുപോലെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടി ബട്ടർ മെൽറ്റാക്കി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ കുക്കിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചീസൊക്കെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ സ്ലൈസ് ചീസും അതുപോലെ മൊസറല്ല ചീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടിൽ നിന്നും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഓയിലും വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് കേട്ടോ. അപ്പം ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാത്രി എല്ലാവരും അതൊക്കെ കഴിച്ച്, അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഡേയിലെ വിശേഷങ്ങൾ. മെയിൻലി നമ്മൾ കുട്ടികളായിട്ട് പാർക്കിലൊക്കെ കളിക്കുന്ന ആ ഒരു ഇതാണ് ഞാൻ ഇതിൽ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ഫുൾ ഡേ വ്ലോഗല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.